ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ളൊരു നല്ലൊരു കിട്ടിയ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പാൻ ചൂടാക്കാൻ വെച്ചു. പാൻ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് പൊടിക്കുക. പൊട്ടിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ്. ഇത് രണ്ടും നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. മിക്സിയിൽ ഇട്ടിട്ട് നമ്മൾ ഉരലിൽ വെച്ചിട്ട് ചതച്ചെടുക്കുക. ഇതൊന്നും മൂത്ത് വരുന്ന ആ ഒരു പരിവാകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുളകിൻ്റെ പൊടിയാണ്. അതിട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. ആ കറിവേപ്പിലയും കുറച്ച് പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിമൊക്കെ ഒന്ന് ലോയിൽ ഇടുക കേട്ടോ. ലോലോ മീഡിയത്തിലിട്ട് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ഹൈലിട്ടുണ്ടെങ്കിൽ ആ ഉണക്കമുളകൊക്കെ ഒരുപാട് കരിഞ്ഞിട്ട് ടേസ്റ്റ് മാറും. ഇതാ ഇപ്പോൾ നമ്മളെല്ലാം മിക്സ് ചെയ്തിട്ട് ഇനി അതിന് ശേഷം ഒരു 2 വിസിലൊക്കെ ആക്കി ഞാൻ ആ ചക്ക കുരു എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ ചെറുതാക്കി പീസാക്കി അരിഞ്ഞ ചക്കയാണ്. അപ്പോൾ നമ്മൾ ചക്ക വറക്കാനൊക്കെ എടുക്കുന്നില്ലേ, ആ ഒരു ചക്കയുടെ സ്റ്റേജ്, ആ ഒരു മധുരമൊക്കെ വരുന്നതിന് മുന്നേ നമ്മൾ എടുക്കില്ലേ, അത് വെച്ചിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ കേട്ടോ. ഇനിയിപ്പോൾ ചക്കക്കുരു ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നിങ്ങൾ ആ ചുള മാത്രം വേവിച്ചിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. എനിക്ക് അത് കുരുവും കൂടി ഇടുമ്പോൾ നമ്മൾ ടേസ്റ്റാണ്, രണ്ടും കൂടി മിക്സ് ആക്കി കഴിക്കുമ്പോൾ ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ കുക്കറിലിട്ട് വേവിക്കുന്ന വീഡിയോ ഉണ്ടായിരുന്നു, മിസ്സായി പോയതാണ്. നിങ്ങൾ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമ്മളതിന് അതിന് ശേഷം ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. വേവിക്കാൻ പെട്ടതുകൊണ്ട് പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല, ഓൾറെഡി ഉപ്പുണ്ട്. നല്ല മിക്സ് ആയതിനു ശേഷം അടച്ചു വെച്ചാൽ നമ്മുടെ ചക്കപ്പേരി ചക്ക മഴുക്ക് വെറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ അത് വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനാണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കിയാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.